അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രശംസിച്ച അവിടുത്തെ മനോഹരമായ ഖുർആൻ പാരായണത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇന്ന് അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിനു ചെയ്ത വിസ്മയകരമായ സേവനങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. തൻ്റെ 35-ാമത്തെ വയസ്സിൽ ഹിജറ 17 ബസറയിലെ ഭരണാധികാരിയായി നിയമിതനായതോടെയാണ് അവരുടെ ഖുർആനിക സേവനങ്ങളുടെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ സഹാബാക്കളെയും കൂടെ കൂട്ടിയാണ് അവർ ബസറയിലെത്തുന്നത്. അവിടുത്തെ വരവ് ബസറക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. താബിഈങ്ങളുടെ നേതാവായ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, മാ ഖദിമൽ ബസറത റാക്കിബുൻ ഖൈറുൻ ലി അഹ്ലിഹാ മിൻ നബി മൂസ. ബസറക്കാർക്ക് ഇത്രമാത്രം ഖൈറുണ്ടാക്കിയ മറ്റൊരു യാത്രക്കാരനും ബസറയിലേക്ക് വന്നിട്ടില്ല എന്ന്. അവിടുത്തെ ഖുർആൻ അധ്യാപന ശൈലി വളരെ വ്യത്യസ്തമായിരുന്നു. സുബഹി നിസ്കാരാനന്തരം അവിടുന്ന് തൻ്റെ മുസല്ലയിൽ ഇരിക്കുകയും ഓരോ ആളുകളെയും തൻ്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അബൂ റജാ ഉൽ ഉത്താരദി എന്ന മഹാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ബസറയിലെ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്കിടയിലൂടെ വന്നുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. തൻ്റെ വെളുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങൾക്കിടയിൽ ഇരിക്കുന്നത് ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നതിലുള്ള ഈ ജാഗ്രതയും കഠിനാധ്വാനവും കാരണമായിട്ട് 100 കണക്കിന് ഹാഫിളുകൾ ബസ്രയിൽ ഉണ്ടായിത്തീർന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് തങ്ങളോട് ചോദിച്ചു, എന്താണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അവർ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന തിരക്കിലാണ്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ബുദ്ധിമാനാണ്. ഖുർആൻ പഠിച്ചവരുടെ എണ്ണം ബസ്രയിൽ കൂടിയപ്പോൾ 300-ലധികം ആളുകൾ ഖുർആൻ പഠിച്ചിരിക്കുന്നു എന്ന ശുഭവാർത്ത അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് കത്തയക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഈ വാർത്ത കേട്ട് വല്ലാതെ സന്തോഷിക്കുകയുണ്ടായി. ഖുർആൻ പഠിച്ച തൻ്റെ ശിഷ്യന്മാരെ ചുറ്റുമിരുത്തിക്കൊണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇപ്രകാരം ഉപദേശിച്ചു, നിങ്ങൾ ഈ നാട്ടിലെ ഖാരിയുകളാണ്. വേദക്കാരായ ജൂതന്മാർക്കും നസ്രാണികൾക്കും സംഭവിച്ചതുപോലെ കാലം കഴിഞ്ഞു കിടക്കുമ്പോൾ ഹൃദയം കടുത്തു പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അവിടുന്ന് അത്യന്തം ഗൗരവത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു, ഫത്തബിഉൽ ഖുർആന ഫലാ യത്തബിഅന്നകുമുൽ ഖുർആൻ. ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണം, ഖുർആൻ നിങ്ങളെ പിന്തുടരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അഥവാ പരിശുദ്ധമായ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ടാവണം നിങ്ങളുടെ ജീവിതം. ഖുർആനിനെ ഒരിക്കലും പാടെ അവഗണിച്ച് തള്ളരുത്, അത് നിങ്ങളുടെ നരകപ്രവേശനത്തിന് കാരണമായി തീരും. ഭരണാധികാരിയായിരുന്നിട്ടുകൂടി തൻ്റെ തിരക്കുകൾക്കിടയിലും ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നതിൽ വ്യാപൃതനായ ആ മഹാമനീഷിയുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.